അങ്ങനെ ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കറിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് ഒരു പോസ്റ്റിലൂടെ ദുൽഖർ സൽമാൻ പങ്കുവച്ചിരിക്കുന്നു. അങ്ങനെ ആരാധകർക്ക് ആവേശമായി 1.009 ബില്യൺ റുപ്പീസ് എന്നാണ് പോസ്റ്റിൽ ദുൽഖർ സൽമാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചിത്രം 100 കോടി സിആറിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ ഒരു പോസ്റ്റ് സിത്താര എന്റർടൈൻമെന്റും ഷെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ 100 സിആറിന്റെ ഒരു ഒഫീഷ്യൽ വീഡിയോയും സിത്താര എന്റർടൈൻമെന്റിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ചിത്രം വലിയ വിജയം കൈവരിച്ചതിന്റെ പിന്നാലെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമായ സിത്താര എന്റർടൈൻമെന്റും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. ഇന്ന് 15-ാം ദിവസത്തേക്കാൾ കൂടുതൽ സ്ക്രീനും കാര്യങ്ങളെല്ലാം 16-ാമത്തെ ദിവസം നാളെ വെള്ളിയാഴ്ച ചിത്രത്തിനുണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. തേർഡ് വീക്കിൽ അടിപൊളിയായിട്ട് തന്നെ ലക്കി ഭാസ്കർ എന്ന ചിത്രം മുന്നോട്ട് പോകുമെന്നുള്ളതും ഏകദേശം വ്യക്തത വന്നു കഴിഞ്ഞു. പലരും പറയുന്നുണ്ടായിരുന്നു കങ്കുവ എന്ന ചിത്രത്തോട് കൂടെ തമിഴ്നാട്ടിൽ നിന്നും ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ മൂവി വാഷ് ഔട്ടായി പോകുമെന്ന്. എന്നാൽ തേർഡ് വീക്കിലും തലയെടുപ്പോടെ ലക്കി ഭാസ്കർ എന്ന ചിത്രം അവിടെ കാണും. ഇന്ന് തിയേറ്ററിലെത്തിയ സൂര്യ മൂവിയാണല്ലോ കങ്കുവ. ആ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ടർബോയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ 6,20,00,000 രൂപയായിരുന്നു. അതിനെ ഒരിക്കലും മറികടക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. കങ്കുവ എന്ന ചിത്രത്തിന് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായമാണ് കങ്കുവ എന്ന ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണമാണ് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷനിൽ മാത്രം 2,67,00,000 രൂപയായിരുന്നു. ഒരു വമ്പൻ പ്രീസെയിൽ കളക്ഷൻ നേടാൻ കേരളത്തിലും ചിത്രത്തിന് സാധിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തെ തൂക്കിയെറിയുമെന്ന്. 2024 ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ സ്വന്തമാക്കിയ റെക്കോർഡ് മമ്മൂക്കയുടെ ടർബോയുടെ പേരിൽ തന്നെ നിൽക്കും. 2ാം സ്ഥാനത്ത് മോഹൻലാൽ, ലിജോ ജോസ് വെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെത്തിയ മലൈക്കോട്ട് വാലിബൻ സ്വന്തമാക്കിയപ്പോൾ 3ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം കൊണ്ടുപോയിരിക്കുന്നു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.